ഏതൊരു സ്ഥാപനമായിട്ട് നമ്മൾ ഇടപാട് ചെയ്യുന്നു, ആ സ്ഥാപനം ഇന്ത്യയിലാണെങ്കിൽ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, യു എയിലാണെങ്കിൽ സെക്യൂരിറ്റീസ് ആൻഡ് കമ്മോഡിറ്റീസ് അതോറിറ്റി എസ്ക, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ എല്ലാ നാടുകളിലും ഉണ്ട്. ആ സ്ഥാപനത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനമായിട്ട് മാത്രമേ നമ്മൾ ഇടപാട് നടത്താൻ പാടുള്ളൂ. കാരണം അവരുടെ ലൈസൻസ് കിട്ടണമെങ്കിൽ അതിന് അത്ര യോഗ്യത ഉള്ളവർ ആണ് അത് ചെയ്യുന്നതെന്ന് ഉറപ്പ് വരുത്തിയിട്ടേ ലൈസൻസ് കൊടുക്കുള്ളൂ. മാത്രമല്ല, കസ്റ്റമേഴ്സിൻ്റെ പൈസ ഏതെങ്കിലും സാഹചര്യത്തിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഈ സ്ഥാപനത്തിൻ്റെ തെറ്റായിട്ടുള്ള പ്രവൃത്തി കൊണ്ട് ഒരു കസ്റ്റമറിന് പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ ലൈസൻസ് തുടങ്ങുന്ന സമയത്ത് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. ക്യാപിറ്റലുണ്ട്, ഗ്യാരണ്ടി വേണ്ടതുണ്ട്. അതിൽ നിന്നെടുത്ത് ആ നഷ്ടം പരിഹരിക്കാൻ അവകാശവും അധികാരമുള്ള സ്ഥാപനമാണ് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ യു എയിൽ എസ്കയും. ഇപ്പം അടുത്ത കാലത്ത് എസ്ക പലതവണ പത്രദ്വാര മീഡിയയിൽ കൂടെ ആരും ഇത്തരം ചതിക്കുഴിയിൽ പെടരുത്, നിങ്ങൾ ആദ്യം നോക്കേണ്ടത് നിങ്ങൾ ഏതു സ്ഥാപനവുമായി ബന്ധപ്പെടുന്നോ ആ സ്ഥാപനം എസ്കയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണോ എന്ന് പരിശോധിച്ചതിന് ശേഷമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഒരു ട്രേഡിംഗ് ചെയ്യുന്ന ആളുകൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇത്തരം കാര്യങ്ങളാണ്. അപ്പോൾ സാധാരണ നമ്മുടെ മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ കളിച്ചു അവസാനം കുത്തുവാളെടുത്തു എന്ന് പറയും. ഇത് നാട്ടിലും നടക്കുന്നുണ്ട്. നാട്ടിൽ ശരിക്കുള്ള ബ്രോക്കർമാരുടെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഒരു ടെർമിനലിൻ്റെ മുമ്പിൽ വട്ടട്ടിരിക്കുന്നുണ്ടായിരിക്കും ആളുകൾ. ഈ ഇരിക്കുന്ന ആളുകൾ ഡേ ട്രേഡ് ചെയ്യുന്നവരാണ്, മാർജിൻ വെച്ചുകൊണ്ട് ട്രേഡ് ചെയ്യുന്നവരാണ്, അവർ കയ്യിലുള്ളതിനേക്കാൾ കൂടുതൽ പണം ഇറക്കിക്കൊണ്ട് ചെയ്യുന്നവരാണ്. ഇങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ പൈസ നഷ്ടപ്പെടുന്നത്. യഥാർത്ഥത്തിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്, കമ്മോഡിറ്റീസ് മാർക്കറ്റ് എന്ന് പറയുന്നത് കളിക്കാനുള്ള സ്ഥലമല്ല, ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമാണ്. നമ്മുടെ കയ്യിലുള്ളതേ ഇൻവെസ്റ്റ് ചെയ്യാൻ കടമെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. ആ ഇൻവെസ്റ്റ് ചെയ്ത് ദീർഘകാലം വെച്ചിരിക്കാനുള്ള മനസ്സുള്ളവരെ ഇതിനെ ഇറങ്ങാൻ പാടുള്ളൂ. സുദീർഘകാലം ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഇതിൽ നിന്ന് പ്രതിഫലം കിട്ടാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഒരു കമ്പനി സെലക്ട് ചെയ്യുമ്പോൾ അതിനെ ആധാരികമായി പഠിച്ച് മനസ്സിലാക്കി, ആ കമ്പനിയുടെ പാസ്റ്റ് റെക്കോർഡ് എന്താണെന്ന് മനസ്സിലാക്കി, ഊഹാപോഹങ്ങൾ വകവെക്കാതെ കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു കമ്പനിയെ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ നടക്കുന്നത് ഇതല്ല. ആരൊക്കെ പറയുന്നത് കേട്ട് ചെയ്യുകയും അവസാനം എല്ലാം നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ്. അത് ആർക്കും തന്നെ സംഭവിച്ചു പോകാൻ പാടില്ല.